ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളമാണ്, നല്ല മഴ. ഇന്നലെ രാത്രിയൊന്നും കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ സീറ്റ് ലൈറ്റ് കത്തുണ്ടായിരുന്നു, അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് 8 മണിയാവാനായി തുടങ്ങി, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇന്ന് ഈ കോമ്പൗണ്ടിലുള്ളവരൊക്കെ ഇരുട്ടത്താണ് കിടന്നുറങ്ങിയത്. ഫോണും ചാർജില്ലാണ്ടായി തുടങ്ങി. അത്ര ഗംഭീരം മഴയും കറണ്ടും ഇല്ല. പിന്നെ കറണ്ടില്ല, ഇവിടെ മാത്രം ഇല്ല എന്ന് വിളിച്ച് പറയാനും പറ്റില്ല, അങ്ങനെ മഴയാണ്. അപ്പോൾ പിന്നെ അവർക്കും ജീവൻ്റെ പേടി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും പറഞ്ഞെന്താണെന്ന് അറിയില്ല. ഇവിടെ ഈ കോമ്പൗണ്ടിലൊരു 4-5 വീട്ടുകാർക്കാണ് ഇല്ലാണ്ടിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കിണറ്റിൽ മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കി വെച്ചോളെ. ഞാൻ രാവിലെ പോയി നോക്കി മോട്ടർ. മുങ്ങിൻ്റെ കിണറ്റിലാണെങ്കിൽ അത്ര പെട്ടെന്ന് വെള്ളമാവില്ല, ജൂണൊക്കെ കഴിയണം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മുങ്ങിക്കൂടാന്നില്ല, അല്ല വെള്ളം നിറഞ്ഞുകൂടാന്നില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കി. അപ്പോൾ മുങ്ങിയിട്ടൊന്നുമില്ല, വെള്ളം ഇങ്ങനെ ആയി വരുന്നതന്നെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊക്കെ കിണറ്റിൽ വെള്ളമാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ മോട്ടറൊക്കെ ഒന്ന് പൊക്കി മേലേക്ക് കയറ്റി വെച്ചോളൂ. അപ്പം അതാണ് ഇന്നത്തെ സംസാര വിഷയം. അതാണ് കണ്ട, കറണ്ട് ഈ നേരമായിട്ട് ലൈറ്റ് കെട്ടിട്ടില്ല, കണ്ട സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അകത്തൊന്നും കറണ്ടില്ല. കറണ്ടില്ലാത്തതുകൊണ്ട്, അകത്തൊന്നും വെളിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാനായല്ലോ. ഇവിടെയൊക്കെ കണ്ട വെള്ളം, എൻ്റെ മുറ്റത്ത് കണ്ട വെള്ളം നിൽക്കുന്നു, ഒരു തോട് പോലെ. അത് പക്ഷേ ഇതുവരെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വരാറുണ്ട് കേട്ടോ ആ വെള്ളം. അത് ഇപ്രാവശ്യം ഞാൻ അവിടെയൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട്, പറഞ്ഞല്ലോ ഫാത്തിമാതാൻ്റെ വീട് പൊളിച്ചപ്പോൾ അതിന് കുറച്ച് മണ്ണൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെയൊക്കെ ഇട്ടൊന്ന് ഉയർത്തി. അപ്പോൾ അവിടെ ഒരു മീറ്റർ വഴിയുണ്ട്, ഒരു കോല് വഴി. 1 മീറ്റർ ഇല്ല, ഒരു കോല് വഴി. അപ്പോൾ ഇനിയിപ്പോൾ പണ്ടത്തെ അതിനാണ് ഒരു കോല് വഴിയുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നമ്മളത് കെട്ടണമെന്നുണ്ടെങ്കിൽ 1 മീറ്റർ വിടണം. അപ്പോൾ പിന്നെ 1 മീറ്റർ വിട്ടാൽ പിന്നെ ഇവിടെ സ്ഥലവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവിടെ മതിലൊന്നും കെട്ടാതെ അങ്ങനെ ഇട്ടൊക്കെയാണ്. അപ്പോൾ ആ ഒരു വഴി ഞാൻ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കട്ടെ മണ്ണിട്ടത്. ഇനിയിപ്പോൾ വഴിയിലേക്ക് മണ്ണിട്ടിട്ട് ഞാൻ അതിന് തിക്കുന്നിറക്കി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പം എന്തായെന്ന് അറിയാം, ഈ വെള്ളം ഇവിടുന്ന് പെയ്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ അങ്ങനെ തോട് പോലെ നിൽക്കുക കേട്ടോ. എങ്ങോട്ടും പോകാൻ വഴിയില്ല. വെള്ളം എൻ്റെ വീട്ടിൽ നിന്നാണ് മേലെന്ന് വെള്ളം വീണ്. എന്താ കാണുന്നുണ്ടോ? ആ വെള്ളം ഫുള്ള് മുമ്പടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ആ ബാക്കിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ കണ്ടോ, അവിടെ നിന്ന് കാണുന്നുണ്ടോ? കണ്ടോ, അവിടെ നിന്ന് വരുന്ന വെള്ളവും ഇങ്ങോട്ട് വരും. അങ്ങനെ എൻ്റെ മുറ്റം ഇവിടെ ഒരു മഴ ചാറിക്കഴിഞ്ഞാൽ ഇതാണ് എന്താണ് പുഴ പോലെ ആവും. ഇപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പുഴ ഞാൻ തോടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ കൂടെ ഈ ബൈക്കൊക്കെ കൊണ്ടുപോകും, സ്കൂട്ടിയും ബൈക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ അങ്ങ് ഓടിച്ചിട്ട് അതൊക്കെ ചുമരുമ്പിലൊക്കെ ആക്കിയിട്ട് എനിക്ക് എന്നും പെയിൻ്റ് അടിക്കലാണ് പണി. അപ്പോൾ ഇക്കൊല്ലം ഞാൻ റംസാനായിട്ടൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല. എന്താ അടിച്ചിട്ട് കാര്യം? ഈ ചെളി ഒന്ന് മഴ ചാറിയ ആ വെള്ളം അങ്ങോട്ട് പോകും, അതിൽ കൂടെ വണ്ടി ഓടിച്ച് പോകും. അതൊക്കെ ചുമരുമ്പിൽക്കാർക്ക്. എന്നാൽ ഈ കൊണ്ടുപോകണവർക്ക് ഒരു മര്യാദ ഉണ്ടാകും. ഒരാളുടെ മുറ്റത്ത് കൂടെ ഒന്നും പോകുന്നത് അത് ചെളിയാണ്, അവർ ചുമരുമ്പിലേക്കാവും ഒന്നൊന്നും അങ്ങനെയുള്ള നോട്ടമൊന്നുമില്ല. അവരെ കാര്യം കഴിച്ച് അവർ പോവുക. പിന്നെ ഇപ്പോൾ ഒരു കോലായാലും ഒരു വഴി അതിൽ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് തടയാനും പറ്റില്ല, അതിൽ കൂടെ പോരുതെന്ന് പറയാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ കറണ്ടില്ല. ഇനിയിപ്പോൾ ഫോണ് ചാർജ് ആക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇനി 2-4-5 വീടപ്പുറം പോകണം. കാരണം അവിടെ ഇൻവെർട്ടർ ഉണ്ട്. കറണ്ട് ഇല്ലെങ്കിലും ചിലപ്പോൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വൈഫൈ വർക്കാവുമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് അപ്ലോഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ,
ആ, അഫാൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ല. അവൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞൊക്കെ. അവനിപ്പോൾ പലതും ചിന്തിക്കാണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ജയിലിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ആർഭാടൊക്കെ ആയിട്ട് ജീവിച്ച കുട്ടികൾക്ക് അങ്ങനെ ജയിലിൽ പോയി ഇറന്നിട്ട് അവർ അവർക്ക് ടൈം ടേബിൾ പ്രകാരം കൊടുക്കുന്ന ഫുഡൊന്നും കഴിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പം മരണമല്ലാതെ വേറെ വഴി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു വഴി തന്നെ ആവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. അങ്ങനെ ന്യൂസിൽ കേട്ടത് പറഞ്ഞെന്ന് മാത്രം. പിന്നെന്താ, കടലിലെന്താ കപ്പൽ മുങ്ങി ആ വിശേഷം കേൾക്കുന്നുണ്ട്. ചാവക്കാട് തീരത്തൊക്കെ അതിൻ്റെ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്, വന്ന് ചേർന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതുണ്ട്. ചാവക്കാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അടുത്താണ് കേട്ടോ. അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് എത്താവുന്ന തരത്തിൽ അത്ര ദൂരം ഉള്ളൂ. ഉണ്ട്, ഉണ്ടെന്നും പറയാം, അത്ര ദൂരം ഉള്ളൂ എന്നും പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ മഴയല്ലേ, മഴ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മഴക്കെടുതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൈവേ പൊളിഞ്ഞു ചാടിയിട്ട് അതൊരു വക ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈവേ ഒക്കെ അതൊക്കെ ചിലപ്പോൾ മഴ വന്നാൽ ഉണ്ടാവും. പുതിയ റോഡ് പണിതുണ്ടാക്കിയതല്ലേ, അല്ലാതെ പഴയത് കിടന്നിരുന്നേമേൽ കൂടെ റിപ്പയർ ചെയ്തിട്ട് പോയില്ലല്ലോ. അത് പുതിയത് അടിന്നൊട്ട് മേലെ വരെ പണിത് വെച്ചിട്ടുള്ളതല്ലേ, മണ്ണൊക്കെ ഇട്ട് തൊട്ട്. അതൊക്കെ മഴ വന്നാൽ അതിപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആര് പണിതാലും ശരി, അതിനൊന്നും ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പാലങ്ങൾ പോകാണ്ടിരുന്നാൽ മതി. അതാണ്, പാലങ്ങൾ ചിലപ്പോൾ കുറ്റിപ്പുറത്ത് തന്നെ അവർ വേറൊരു പാലം പണിതുണ്ടല്ലോ. അങ്ങനെ എത്രയോടത്ത് പാലങ്ങൾ പണിതിട്ടുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാലാണ് കഷ്ടപ്പാടാവുക. പിന്നെ റോഡ് പാടം നികത്തിയിട്ടൊക്കെ റോഡ് ഉണ്ടാക്കിയതൊന്നും അത്ര ഇതായിട്ട് നിൽക്കില്ല. അങ്ങനെ അതിനൊക്കെ